അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് എടുത്തായിരുന്നു. കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോയ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡിലേക്കാണ് പോയിണ്ടായിരുന്നത്, ബൈ സൈഡാണ് പോയിണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഔട്ടായി. ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല, എക്സാക്ട്ലി ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ക്ലോസിങ്ങിലാണ് ഞാൻ എൻട്രി വരാറ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഡർ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചു, ഈ ബ്രേക്ക് ഔട്ട് ക്ലോസിങ് കിട്ടുമെന്ന് വെച്ചിട്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ആയില്ല, അതവിടെ തന്നെ താഴെ വന്ന് നമുക്ക് ടെയിൽ താഴെ ജസ്റ്റ് മുകളിലേക്ക് ഒരു വിക്ക് വരെ ചെയ്തത്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്ലോസിംഗ് ഒക്കെ കിട്ടി. പക്ഷേ എൻ്റെ എൻട്രി ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, പെട്ടെന്ന് ഒരു റിവേഴ്സിൽ വന്ന് ഒറ്റയടിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു 46 ആ റേഞ്ചിലായിരുന്നു, ഈ ഒരു റേഞ്ചിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, 0.7. ഇത്തിരി വലിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, കാരണം ഞാൻ ഇത്തിരി കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. പക്ഷേ ഈ ട്രേഡിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ എത്ര കോൺഫിഡൻസ് ആയാലും മാർക്കറ്റിനെതിരെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഒരു ഫോൾ വരാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റലിന് ഉചിതമായ ഒരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ ഓരോ ടൈപ്പിൽ ഓരോ ട്രേഡും നമുക്ക് ഓരോ പടങ്ങളാണ് തരുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോർമലി വരുന്ന റേഞ്ചിൽ തന്നെ എൻ്റെ ക്യാപിറ്റലിൽ നിന്ന് പോവുള്ളൂ. പക്ഷേ ഇതിത്തിരി എനിക്ക് 2 ട്രേഡ് എടുത്താൽ വരുന്ന ലോസിലേക്കാണ് ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഡൗൺ സൈഡ് പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ഇമോഷൻ മൊത്തത്തിൽ പോയതുകൊണ്ട് പിന്നെ എനിക്ക് ട്രേഡ് എടുക്കാൻ ആ മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോടുകൂടെ. കാരണം മാർക്കറ്റ് എവിടെയും പോകണില്ല, നമുക്ക് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കാൻ തന്നെ ഉള്ളൂ നാളെയും. അപ്പോൾ ഞാൻ അതിന് ശേഷം വേണമെങ്കിൽ പോവാം. പക്ഷേ അപ്പോഴേക്കും ഏകദേശം ആ ഒരു ബാറിൽ പിന്നെയും എനിക്കിവിടെ ഈ ഒരു റേഞ്ചിൽ പിന്നെയും മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 എടുക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് ഹിറ്റഡ് ആണ് പിന്നെയുള്ള ഷോർട്ട് സൈഡ്. പക്ഷേ എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല, കാരണം എനിക്കറിയാം ഞാൻ ആ ടൈമിൽ ഞാൻ ചിലപ്പോൾ പാനിക്കായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻ പോയിട്ട് ഞാൻ പല മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടും. അപ്പോൾ ഞാൻ ആ ടൈമിൽ സ്ക്രീൻ ഓഫ് ചെയ്ത് വേറെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡായി. അപ്പോൾ അത്രയുള്ളൂ ലാസ്റ്റ് ഡേയിലെ ട്രേഡിൻ്റെ വിശേഷം. താങ്ക്സ്.